മൈക്കിൾ പീരുമേട് നിന്നാണ് വിളിക്കുന്നത്. മൈക്കിൾ, ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് കൃത്യമായ ഒരു അന്വേഷണം നടന്ന് ഇതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന ഒരു തോന്നൽ നമുക്കുണ്ടോ? സാറ്, ഞാൻ ആദ്യമായി പറഞ്ഞോട്ടെ, ഈ സാർ ചോദിച്ചതിന് മറുപടി പറയാം. കുറ്റക്കാര് ശിക്ഷിക്കപ്പെടും, ഉറപ്പാ, 100% ഉറപ്പാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ ഒരാഴ്ചയായിട്ട് ഈ കേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ചർച്ച ചെയ്യുന്നത്, നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ. ഞാൻ ബഹുമാനിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഇന്നലെ ഇന്ന് ചർച്ചയിൽ നമ്മുടെ അവതാരകൻ പറഞ്ഞു, കേരളത്തിന് അവഹേളനയാണ് നമ്മുടെ ഈ സംഭവം, കേരളം മുഴുവൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങളോട് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു നാട്ടിലെ മുഴുവൻ ആളുകൾ ഇതിനെതിരെ പരാതിയുമായ ഒരു മേഖലയിൽ ആളുകൾ വരുമ്പോ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റും. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ ഞങ്ങൾ അത് പൂഴ്ത്തി വെച്ചു, കാശ് വാങ്ങിച്ചു എന്ന് പറയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇന്നെന്താണ് ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ മോഹൻലാൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു, അപ്പൊ ആ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എം.പി. ഗോവിന്ദൻ ഒരു വാർത്താ സമ്മേളനം നടന്നു, അവരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്, കാരണം അവരൊക്കെ നേരിടുന്ന പരാതി ഇതാണ്. അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇ.പി. ജയരാജന്റെ വാർത്ത കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ള വാർത്ത കൊടുക്കുന്നുണ്ട്. സിമി റോസ്ബെൽ ജോണിന്റെ വാർത്ത ഞാനിന്ന് എടുത്ത് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ രംഗത്തെ വിഷയങ്ങളാണ്. പക്ഷെ ആളുകൾ വിളിക്കുമ്പോഴെല്ലാം എല്ലാവരും ഈ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്റെ മാത്രം എന്താ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആവശ്യമായി, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക. ഈ സത്യം എപ്പോഴും നന്നായിക്കൊള്ളണമെന്നില്ല. മനുഷ്യർ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഇരുട്ടറകളിൽ കൊണ്ടുപോയി ക്രൂരമായ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമ്മൾ നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറയുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരട്ടെ, അങ്ങനെ അതിന് ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ലേ? പുറത്ത് വരുന്നതിനകത്ത് എനിക്ക് കുഴപ്പമില്ല, കാരണം ഇത് ഒരാഴ്ചയായിട്ട് ഈ വിഷയം ഞാൻ പറഞ്ഞ ഈ നാട്ടിൽ അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ചർച്ച ചെയ്യാൻ. ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കുറെ പേര് ചാനലിൽ ഇരുന്നതുകൊണ്ട്, കുറെ പേര് വൈകുന്നേരം ചർച്ച ചെയ്യുന്നല്ലാതെ നാട്ടിലെ ഇത് ആർക്കും ഒരു താല്പര്യം. ഞാൻ ഹൈറേഞ്ചിൽ നിന്ന് വിളിക്കുന്നതാണ്. നിങ്ങൾ ഇത് കാണുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ M.V. ഗോവിന്ദൻ മാഷ് സെക്രട്ടറി, അദ്ദേഹം പല കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു, EP മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞു, ഈ TP രാമകൃഷ്ണൻ പുതിയ LDF കൺവീനർ ആയതിനെ കുറിച്ച് പറഞ്ഞു, സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 പുറത്തുവിട്ട പ്രത്യേക വാർത്തയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു. നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ഇത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഏതായാലും അത്രേ ഉള്ളൂ. ഈ എല്ലാ വാർത്തയും കൊടുക്കുന്നു, ഞങ്ങൾ ഷിരൂര് കൊടുക്കുന്നുണ്ട്, എല്ലാ വാർത്തയും കൊടുക്കുന്നു. നിങ്ങൾ പ്രധാനമായി ഈ വാർത്തയാണ് ഇപ്പൊ തന്നെ ചർച്ചയ്ക്കെടുത്തത്. ഞാൻ ചോദിക്കുന്നത്, എന്റെ പൊന്നു മൈക്കിളെ, ഞാൻ ചർച്ചക്കെടുത്ത വിഷയമേ ഇതല്ല, ഞാൻ രാഷ്ട്രീയത്തിലെ കാര്യമാണ് ചർച്ചക്കെടുത്തത്. നിങ്ങളെല്ലാം എന്താണ് ഒരാഴ്ചയായിട്ട് ഈ വിഷയം പല ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ മോഹൻലാൽ വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇല്ല, ഈ വാർത്ത ഞങ്ങൾക്ക് മതിയായി, ഇനി മോഹൻലാലല്ല അമിതാഭ് ബച്ചൻ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ പറ്റില്ല. ഇത് ചിലരെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ടാവും. എന്റെ പ്രിയ മൈക്കിൾ, അലോസരം തൽക്കാലം സഹിക്കാൻ പറ്റുള്ളൂ. ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഈ മൈക്കിൾ ഇതുപോലെ ബന്ധപ്പെട്ട ആരാധക വൃന്ദത്തോട് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അത്രയും പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു പ്രേക്ഷകൻ ഒരു മിനിറ്റ് കൂടെ, ഈ നാട്ടിൽ നമുക്ക് നിയമമുണ്ട്, നിയമമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കേസിലും നിയമം ശിക്ഷിച്ചതിന് ശേഷം, വിധി വന്നതിന് ശേഷം അല്ലല്ലോ വാർത്ത കൊടുക്കുന്നത്, അല്ലല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഗോവിന്ദച്ചാമി എന്ന കേസിലെ പ്രതി ശിക്ഷയെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വാർത്ത കൊടുത്താൽ മതിയോ? അതോ തീവണ്ടിയിൽ നടക്കുന്ന ഈ പരാക്രമത്തെ സംബന്ധിച്ച് ആദ്യ നിമിഷം തന്നെ വാർത്ത കൊടുക്കണ്ടേ? അല്ല, കോടതി കണ്ടുപിടിക്കട്ടെ ഗോവിന്ദച്ചാമി കുറ്റവാളിയാണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ച് അവസാനം സുപ്രീം കോടതിയും പ്രസിഡന്റും എല്ലാം തീരുമാനം എടുത്തതിന് ശേഷം വാർത്ത കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വാർത്ത കൊടുത്താൽ ഈ നാട്ടിൽ മാറ്റം ഉണ്ടാകുമോ? ഗോവിന്ദച്ചാമിമാർ ശിക്ഷിക്കപ്പെടുമോ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എല്ലാം കഴിഞ്ഞ് വാർത്ത കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ ഈ ഗോവിന്ദച്ചാമിമാർ ശിക്ഷിക്കപ്പെടുമോ? ഇതുപോലുള്ള ഗോവിന്ദച്ചാമിമാർ സിനിമയിലുണ്ട്, ഇതാ രാഷ്ട്രീയത്തിലുണ്ടെന്ന് വെളിപ്പെടുത്തൽ വരുന്നു. ഇത് ചർച്ച ചെയ്യണ്ട, ഇത് മറച്ചു വെക്കുമെന്ന് പറയാൻ എത്ര കാലം നിങ്ങൾക്ക് കഴിയും? 47 വർഷമായി സിനിമയ്ക്കൊപ്പം നടക്കുന്ന മോഹൻലാൽ പറയുന്നു, അദ്ദേഹം ഇത്രയും കാലം ഇത് മറച്ചു വെച്ചതിന്റെ കഥയാണ് ഇന്ന് അദ്ദേഹത്തിന് നാട്ടിന് മുന്നിൽ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത്. ഏതായാലും മൂവാറ്റുപുഴയിൽ